ഹായ് എല്ലാവർക്കും നമ്മുടെ ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള പപ്പടം മുളകിട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലോട്ട് ഇതിനെ പപ്പടം മുളകിട്ട് വറുക്കുക അങ്ങനെയാണ് പറയുക. പല നാട്ടിലും ചിലപ്പോൾ പല പേരിലായിരിക്കും കേട്ടോ അറിയപ്പെടുക. പിന്നെ എനിക്ക് തോന്നുന്നു ചില നാട്ടിലോട്ടൊന്നും പപ്പടം ഇതുപോലെ വറുക്കാറില്ല എന്ന് തോന്നുന്നു. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇതുപോലെ വറുത്ത് കണ്ടിട്ടില്ല എന്നൊക്കെ. അപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ പപ്പടം എടുത്തിട്ടുണ്ട്. പപ്പടത്തിൻ്റെ മുകളിൽ ചെറുതായിട്ട് ആ പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നന്നായി തട്ടിക്കളഞ്ഞതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. ഞാനിവിടെ ഒരു 6 പപ്പടമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ വീട്ടിലൊക്കെ ഇതുപോലെ കത്രിക വെച്ചിട്ടാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാറ്. കൈവച്ച് തന്നെ ചെറുതാക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ല ചെറുതാക്കി എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമ്മൾ ആ വറുത്ത് കഴിയുമ്പോൾ അതിൽ ആ മുളകൊക്കെ നന്നായി പിടിക്കുകയൊക്കെ ചെയ്യും ചെറിയ ചെറിയ കഷ്ണങ്ങളാവുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ പപ്പടം എല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ പപ്പടം എല്ലാം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു വലിപ്പത്തിലാണ് എല്ലാം മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി പപ്പടം വറുക്കുന്നതിന് നമുക്ക് പ്രധാനമായിട്ട് വേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ചെറിയുള്ളിയാണ്. അപ്പോൾ ഉള്ളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കിതിലേക്ക് സവാള പറ്റില്ല, ഉള്ളി തന്നെയാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഉള്ളി ഇല്ലെങ്കിൽ വെറുതെ മുളക് പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. കാരണം ഉള്ളി ചേർത്താൽ മാത്രമേ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു 10-12 ഉള്ളിയോളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ചതച്ചെടുക്കണം ഉള്ളി. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കല്ല് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലിട്ടിട്ട് നമുക്ക് ഈ ഉള്ളിയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ചതച്ചെടുത്തിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. പിന്നെ നമ്മൾ ഈ ഉള്ളിയുടെ കൂടെ നമ്മൾ ഉള്ളി ചതച്ചതിന് ശേഷം ഇനി മുളകും കൂടി ഇട്ടിട്ട് നമ്മളിത് ചതച്ചെടുക്കും. ഉള്ളിയെല്ലാം ഞാനിവിടെ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് ഒരു 3 ടീസ്പൂണോളം മുളക്, അതായത് ചതച്ച മുളകാണ് ചേർക്കുന്നത്. ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുക, മുളക് പൊടിയല്ല കേട്ടോ. ചതച്ച മുളക് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ചേർത്തിട്ട് നമ്മൾ ഒന്നുകൂടെ ഇത് ചതച്ചെടുക്കണം ഈ ഉള്ളിയായിട്ട് ചേർത്തിട്ട്. ഉള്ളിയും ഈ ഒരു മുളകും കൂടെ നന്നായിട്ട് ചതച്ച് ഈ ഒരു പരുവത്തിലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പപ്പടം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശായിട്ട് പപ്പടം ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ പപ്പടം വറുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം ഇതുപോലെയൊക്കെ വറുക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. ഞാനിവിടെ അധികം എണ്ണ ഒഴിച്ചിട്ടില്ല, കുറേശ്ശായിട്ട് പപ്പടം വറുത്ത് എടുക്കുകയാണ്. അപ്പോൾ ബാക്കി എണ്ണയിൽ തന്നെ നമുക്ക് ഈ ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ടെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം എണ്ണ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പപ്പടം എല്ലാം ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി പപ്പടം നമുക്ക് മാറ്റി വെക്കാം. ഈ എണ്ണയിലേക്ക് തന്നെയാണ് ഞാൻ ഈ ഉള്ളി മുളകും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എണ്ണ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നിങ്ങൾക്ക് പുതിയ എണ്ണയിൽ വേണമെങ്കിൽ ഈ പപ്പടം വറുത്ത എണ്ണ മാറ്റിയിട്ട് വേണമെങ്കിൽ പുതിയ എണ്ണയിൽ വേണമെങ്കിലും ഇത് മൂപ്പിച്ചിട്ടെടുക്കാം. ഉള്ളിയൊക്കെ നന്നായി മൂപ്പിച്ചിട്ടെടുക്കണം. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കുക. കാരണം അല്ലെങ്കിൽ ഈ ഉള്ളിയുടെ മിക്സിന് ഉപ്പുണ്ടാവില്ല. പപ്പടത്തിന് ഓൾറെഡി ഉപ്പുണ്ട്, അപ്പോൾ വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് മുരിയുന്ന വരെ നമ്മളിത് മൂപ്പിച്ചിട്ടെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ പപ്പടം തണുത്ത് പോവും, ഉള്ളി നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടില്ലെങ്കിൽ. അപ്പോൾ നന്നായിട്ട് മൂപ്പിച്ചിട്ടെടുക്കുക ഈ ഒരു ഉള്ളി മുളകിൻ്റെ മിക്സ്. അതാണ് ഈ ഒരു പപ്പടം വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടില്ലെങ്കിൽ പപ്പടം തണുത്ത് പോവും. നമ്മൾ അധികം ദിവസം വെക്കാൻ പറ്റില്ല നമുക്കിത് വറുത്തതിന് ശേഷം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി ഇവിടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമായാൽ മാത്രമേ നമ്മളിതിലേക്ക് പപ്പടം ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി പപ്പടം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, കാരണം പാത്രമൊക്കെ നന്നായി ചൂടായിരിക്കുകയാണ്. അപ്പോൾ പപ്പടം ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ പപ്പടം പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി. ഉള്ളിയുടെ മിക്സൊക്കെ നന്നായിട്ട് പപ്പടത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് തൂവി കൊടുത്തിട്ട് അതുകൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ആ ഉള്ളിയും ചതച്ച മുളകും കുറച്ച് ആ ഒരു കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് കൂടെ വരുമ്പോഴാണ് ഈ ഒരു പപ്പടം വറുത്തതിന് നല്ലൊരു രുചി ഉണ്ടാവുക. ഇപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് എത്രയും പെട്ടെന്ന് ഈ പാത്രത്തിൽ നിന്ന് മാറ്റുക, കാരണം പാത്രം ചൂടായിട്ടിരിക്കുകയാണല്ലോ. ഇനി ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കേടാവില്ല. ഉള്ളി നന്നായിട്ട് മുരിയാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് സ്കൂളിലും അതുപോലെ ഓഫീസിലൊക്കെ കൊടുത്തു വിടാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇതുവരെ പപ്പടം വറുത്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് വറുത്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഒരു റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ വരും. അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.